വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. അപ്പൊ മക്കളെ, ഇന്ന് മിസ് വന്നിട്ടുള്ളത് എന്റെ മക്കൾക്ക് നിങ്ങൾ എല്ലാവരും സ്വപ്നം കാണുന്ന, നിങ്ങൾ എല്ലാവരും അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ വലിയ ഡ്രീമിലോട്ട്, അല്ലെ USS എന്ന് പറഞ്ഞ സ്വപ്നത്തിലോട്ട് എത്താൻ വേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എത്ര പേരാണ് ആത്മാർത്ഥമായിട്ട് USS കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നവെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എത്രയ്ക്കാണ് സ്വന്തമായിട്ട് അതൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കി എടുത്താൽ തന്നെ ബാക്കി കാര്യങ്ങൾ സെറ്റാണ്. 50% ആയി. അപ്പൊ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. അതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ടിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. സോ നമുക്ക് നോക്കാം. റെഡി? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ വിച്ച് ക്രോപ്പ് ഡിഡ് ദ ഗ്രീൻ റെവല്യൂഷൻ ടേക്ക് പ്ലേസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഓഫ് ഇന്ത്യ? ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആദ്യം അരങ്ങേറിയത് ഏത് വിളയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് മക്കളെ? നെല്ലാണോ, ഗോതമ്പാണോ, വെജിറ്റബിൾസ് ആണോ, മെയ്സ് ആണോ, ചോളാണോ? ഏതിനകത്താണ് വരുന്നത്? നമുക്കറിയാം ഫസ്റ്റ് ഹരിത വിപ്ലവം നടക്കുന്നത് ഗോതമ്പിലാണ്, അല്ലെ വീറ്റിലാണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ എന്താണ് ഈ ഹരിത വിപ്ലവം? നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല, അല്ലെ? എന്താണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കൃഷി രീതിയൊക്കെ പണ്ടത്തിൽ നിന്ന് ഒരുപാട് മാറി. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ്, നിങ്ങളുടെ മുത്തശ്ശന്മാരോടൊക്കെ ചോദിച്ചാൽ അവരിങ്ങനെ കഥകൾ പറഞ്ഞുതരും. നെൽപ്പാടത്ത് ഇങ്ങനെ പോകുന്നു, അവരെന്നെ കുറെ കഷ്ടപ്പെട്ട് എന്ത് ചെയ്യാണ്, ചെറിയതായിട്ടുള്ള മാരകായുധങ്ങളല്ല, കൃഷിപ്പണിയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് കൃഷി ചെയ്യുന്നത്, അല്ലെ? കുഞ്ഞു സാധനങ്ങൾ, കൈക്കോട്ട്, അതുപോലെയുള്ള കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ ഒരുപാട് ടെക്നോളജി മാറില്ലേ? ട്രാക്ടർ വന്നു, ഫെർട്ടിലൈസേഴ്സ് വന്നു, രാസവളങ്ങൾ വന്നു, എന്തൊക്കെ സാധനങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നൂതന കൃഷി രീതി അവലംബിച്ചും കൃത്രിമ വളം, കീടനാശിനി, ഉൽപാദനശേഷി കൂടിയ വിത്തുകൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള പരീക്ഷണം കാർഷിക വളർച്ചയ്ക്കും ഭക്ഷ്യസമൃദ്ധിക്കും കാരണമായി. ഈ മുന്നേറ്റത്തെയാണ് ഹരിത വിപ്ലവം എന്ന് പറയാം. ഹരിത പറയുമ്പോ തന്നെ പച്ചപ്പല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, കൃഷി അടിപൊളിയായിട്ട് പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്തു. ഇപ്പൊ നമ്മൾ വിത്തുകള്, പണ്ട് കാലത്തൊക്കെ ഒരു വിത്ത് നാശമായി പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ എന്താണ്, അതൊക്കെ നോക്കി ഏറ്റവും അടിപൊളിയായിട്ടുള്ള വിത്തുകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. എന്താണ്, ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്ന, വർഗ്ഗസങ്കരണം നടത്തുന്ന ആളുകളെ വരെ നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ പുതിയ ടെക്നിക്കുകൾ വരാൻ തുടങ്ങി. അഡോപ്റ്റിംഗ് അഡ്വാൻസ് ഫാമിംഗ് മെത്തേഡുകൾ, ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഹൈ സീഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തപ്പോ അഗ്രികൾച്ചറൽ ഫീൽഡ് ഭയങ്കരമായിട്ട് ഗ്രോത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ റവല്യൂഷനെയാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയാം. അതിന് നിങ്ങൾ പഠിച്ചിരിക്കുന്ന മറ്റൊരു പേരാണ്, ആരാണ് നമ്മുടെ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നമ്മുടെ? അതെപ്പോഴും എക്സാമിന് ചോദിക്കും. MS സ്വാമിനാഥനാണ് കേട്ടോ. അപ്പോ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും അതുപോലെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ കൃഷിനെ, ഫാമിങ്ങിനെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചു. ഇദ്ദേഹം ഒരുപാടൊന്നും ആയില്ല, മരിച്ചിട്ട് എനിക്ക് തോന്നുന്നു 2 വർഷം, 2 വർഷം കണ്ടായിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു കറക്റ്റ് ഓർമ്മ. അപ്പൊ ഒരുപാട് ആയതുപോലും ഇല്ല. നിങ്ങൾ ന്യൂസുകളിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. സോ തന്നെ MS സ്വാമിനാഥൻ ഈ ഒരു പോയിന്റ് നിങ്ങൾ മറന്നു പോരുത്. ആരാണ് പിതാവ് ചോദിച്ചാൽ നിങ്ങൾ അത് എഴുതി കൊടുക്കണം. റെഡി അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അടുത്ത ക്വസ്റ്റിലോട്ട് മിസ് പോവാണ്. കരയിലും വെള്ളത്തിലും ശ്വസിക്കാൻ സാധിക്കുന്ന ജീവി ഏത്? വിച്ച് ആനിമൽ ക്യാൻ ബി ബ്രീത്ത് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ എന്ന് ചോദിച്ചു. രണ്ടിലുള്ളത് ഏതാ മക്കളെ? തവള, മീന്, ചിലന്തി, നായ. ഫിഷ്, ഫ്രോഗ്, സ്പൈഡർ, ഡോഗ്. ഇത് സിമ്പിൾ ആണ്, അല്ലെ? നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. ഇതിനകത്ത് ആകെ ചിലപ്പോഴെങ്ങാനും കൺഫ്യൂഷൻ വന്നാലും മീനും തവളയാണ്. മീന് പുറത്തെത്തിയ ചത്തു പോകും നമുക്കറിയാം. പിന്നെ ഇതാ ഓപ്ഷൻ ഉള്ളത് നമ്മുടെ തവളയാണ്, ഫ്രോഗ് ആണ് എന്നറിയാം, അല്ലെ? കരയിലും അതേപോലെ വെള്ളത്തിലും ഒരേപോലെ ശ്വസിക്കാൻ കഴിയുന്ന ആളാണ് തവള എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ. അടുത്ത നോക്കാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള രക്തഗ്രൂപ്പ് ഏതാ? ദ മോസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് AB ആണോ അതോ AB ആണോ O ആണോ? ഞാൻ ഏതാ ബ്ലഡ് ഗ്രൂപ്പ് എന്നറിയോ? അതാണ് ആൻസർ. ഏതായിരിക്കും? O ഗ്രൂപ്പ് ആണ് കേട്ടോ മിസ് O പോസിറ്റീവ് ആണ്. അതേപോലെ O ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ പല ആളുകളിലും കാണുന്ന, ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നത് O ആണ്. ഇഷ്ടംപോലെ ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ട് കേട്ടോ. A പോസിറ്റീവ്, A നെഗറ്റീവ്, B പോസിറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, അങ്ങനെ ഇഷ്ടംപോലെ രക്തഗ്രൂപ്പുകളാണ് നമുക്കുള്ളത്. നിങ്ങളുടെ രക്തഗ്രൂപ്പ് ഏതാന്ന് താഴ്ന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ, ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിൽ ഓരോരോ രീതിയിലാണ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക. എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ഈ O ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ O പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും, ആർക്കൊക്കെ റിസീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ടേബിൾ മിസ്സഡ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് നോക്കി വെക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ O നെഗറ്റീവ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും, അല്ലെ, ഗീവ്സ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. റിസീവ് ചെയ്യാൻ പറ്റുന്നത് O
നെഗറ്റീവ് എന്ന് മാത്രമാണ്. ഇപ്പോൾ പോസിറ്റീവ് ആണ്, മിസ് ഓ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എനിക്ക് ഓ നെഗറ്റീവ് ഓ പോസിറ്റീവ് ഉള്ള മറ്റൊരാളുകളിൽ നിന്ന് മാത്രമേ ബ്ലഡിന് ഇതിൽ അത്യാവശ്യം വന്നാൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ മിസ്സിന് കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. എ ബി പോസിറ്റീവും എ പോസിറ്റീവും ബി പോസിറ്റീവ് ഓ പോസിറ്റീവിനും ഒക്കെ എന്ത് ചെയ്യാം, എന്റെ ബ്ലഡ് കൊടുക്കാം. അവർ പെട്ടെന്നൊരു ആവശ്യം വന്ന ഓ പോസിറ്റീവുകാർക്ക് വേണമെങ്കിൽ ഏത് ഗ്രൂപ്പിലോട്ടും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. എ നെഗറ്റീവ് ആണെങ്കിൽ എ ബി നെഗറ്റീവ്, എ ബി പോസിറ്റീവ് എ പോസിറ്റീവും എ നെഗറ്റീവിനാണ് കൊടുക്കുക. അങ്ങനെ ഓരോന്നിന്റെ ഗ്രൂപ്പ് മിസ്സഡ് വെച്ചിട്ടുണ്ട്. അത് വായിച്ചു നോക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. റെഡി അല്ലേ? അടുത്തലോട്ട് മിസ് പോവാണ്. രക്തത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ്? പി എച്ച് വാല്യൂ ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 8.4 ആണോ, 8 ആണോ, 7.4 ആണോ, 5.3 ആണോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. ആൻസർ വരുന്നത് 7.4 ആണ്. അപ്പൊ ഇതും എന്ത് ചെയ്യുക, എന്റെ മക്കള് പഠിച്ചു വെക്കുക. അപ്പൊ പി എച്ച് വാല്യൂ 7.35 to 7.45 വരെയൊക്കെ വരുന്നത്. പി എച്ച് വാല്യൂ നിങ്ങൾക്ക് അറിയില്ലേ, എന്താണ് പി എച്ച് എന്നൊക്കെ അറിയില്ലേ? നമ്മുടെ കളർ ചാർട്ട് ഒക്കെ വെച്ച് നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കും ആസിഡ് ആണോ ബേസ് ആണോ ന്യൂട്രൽ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുക അല്ലേ. എന്ന് വെച്ചാൽ ആസിഡ് അതേപോലെ ആൽക്കലി ആണോ അല്ലെങ്കിൽ നിർവീര്യമായിട്ടുള്ള ആളാണോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അത് അങ്ങനെയുള്ളതിനാണ് നമ്മൾ പി എച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കളറിന്റെ വ്യത്യാസം വെച്ച് നോക്കിയിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ധ്രുവ ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബാച്ചിനെ പറ്റി അറിയുന്നുണ്ടാവും. ഫ്രീ ബാച്ച് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് USS പഠിക്കാൻ പറ്റിയ ഒരു ബാച്ചാണ് ധ്രുവ ബാച്ച്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ ധ്രുവ ബാച്ചിലുണ്ട്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി, പഠിച്ചാൽ മാത്രം മതി, ഷുറായിട്ട് USS ഉറപ്പാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക, അതൊരിക്കലും മറന്നു പോകണ്ട. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ അതിൻ്റെയോടൊപ്പം തന്നെ തരുന്നുണ്ട്. ഇപ്പൊ ബ്ലഡിനെ പറ്റി നമ്മൾ പഠിച്ചു അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പി എച്ച് പേപ്പറിനെ പറ്റി പഠിച്ചുകൊണ്ട് തന്നെ പി എച്ചിന്റെ കേസിൽ വാട്ടറിന്റെ പി എച്ച് എത്രയാണ്, വാട്ടറിന്റെ പി എച്ച് മൂല്യം എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ചെയ്യണം കേട്ടോ. കാര്യം നമ്മൾ എന്താ വെച്ചാൽ പി എച്ചിനെ പറ്റി പഠിച്ചു, അതിൽ ബ്ലഡിന്റെ എത്രയാണെന്ന് പഠിച്ചു. അതേപോലെ വാട്ടറിന്റെ കേസിൽ വരുമ്പോൾ പി എച്ച് വാല്യൂ എത്രയാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാ മറക്കണ്ട. റെഡി അല്ലേ? അപ്പൊ ഓക്കെ അല്ലേ എന്ന് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിട്ടും എല്ലാ കാര്യങ്ങളായിട്ടും വീണ്ടും മിസ് അടുത്ത വീഡിയോയിൽ വരും. അപ്പൊ അതുവരേക്കും ബൈ ബൈ.